ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. നിനക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്നറിയൂ? അവര് കണിമംഗലത്തേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് നിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ആറ്റുവാശ്ശേരിയിലേക്ക് പോവുക. അതാ മാന്യത. ആ പ്ലംബർ ചേട്ടനാ ഇതൊക്കെ ചെയ്തത്. ദേ അങ്ങോട്ട് പോയി. അയാളെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. നമ്മളൊക്കെ നനച്ചതല്ലേ. അപ്പൊ അയാളെ കണ്ടിട്ട് തന്നെ കാര്യം. നിങ്ങൾ വാ. ചേച്ചി എവിടെ നിന്നോ? ഞങ്ങള് പോയി അയാളെ പിടിച്ചോണ്ടുവന്ന് ചേച്ചിയുടെ മുന്നിലിട്ടേരാം. ദേ ചീത്തയൊന്നും പറയരുത്. മോശം വാക്കുകളൊന്നും ഉപയോഗിക്കാനും പാടില്ല. ഇല്ല ചേച്ചി, നല്ല വാക്ക് പറഞ്ഞ് ഞങ്ങള് കൂട്ടിക്കൊണ്ടുവരാം. ആ വാ വാടാ. ഹലോ മുത്തശ്ശി. എന്താടാ? രാധിക മാത്രമല്ല, നീയ സന്യാസിയായോ? ഏയ് ഇല്ല മുത്തശ്ശി. അതെ, ഇവിടെ നല്ല തിരക്കില ഞാൻ. എന്ത് തിരക്ക്? അയാളിവിടെ ഇല്ലേ? എന്തൊക്കെ ഞാൻ നോക്കണം. ഇപ്പതേ അയാളെ കുളിപ്പിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. കുളിപ്പിക്കേ? നീ എന്താടാ മോനെ ഈ പറയുന്നേ? എന്റെ മുത്തശ്ശി, ഞാനൊരു പ്ലംബർ അല്ലേ. ഇപ്പൊ വെള്ളം മുഴുവൻ എന്റെ കൺട്രോളിലല്ലേ. അയാളും
ആശ്രമത്തിലെ പിള്ളേരും കൂടി ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ലൊരു ഉഗ്രം പണി ഞാൻ കൊടുത്തു. അതെ, എല്ലാരും കൂടെ എന്നെ അന്വേഷിച്ചു നടക്കുക ഇപ്പോ. ആ കണ്ടുപിടിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാലേ അവളെയും കൂട്ടി കണിമംഗലത്തേക്ക് വരാനാണോ നിന്റെ ഉദ്ദേശം? പിന്നല്ലാതെ ഞങ്ങൾ വേറെ എവിടെ പോനാ? എന്നാ അത് വേണ്ട. ഏ? ഇപ്പോഴത്തെ അവസ്ഥയില് നിങ്ങൾ ഇവിടെ വന്ന് കയറിയ പ്രിയങ്ക പ്രശ്നം ഉണ്ടാക്കും. കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് അറിയാത്തതുകൊണ്ട് നിന്റെ അമ്മയും അച്ഛനും പ്രിയങ്കയുടെ കൂടെ നിൽക്കുള്ളൂ. എന്തിനാ മോനെ ഒരു കോലാഹലം? അതുകൊണ്ട് നീ രാധികയും കൂട്ടി വേറെ എവിടേക്കെങ്കിലും പൊയ്ക്കോ. കുറച്ചുനാള് നിങ്ങളൊന്നിച്ച് വേറെ എവിടെയെങ്കിലും ജീവിക്കേ. അപ്പോഴേക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി നേരെയാക്കി എടുക്കാം. എന്നിട്ട് രണ്ടുപേരും കൂടി ഇങ്ങോട്ട് പോരെ. എന്താ? മുത്തശ്ശി എന്റെ ദൈവമില്ലേ മുത്തശ്ശി? ദൈവം കൽപ്പിച്ച പിന്നെ അതിനെതിരുണ്ടോ? പക്ഷേ എനിക്ക് വിളിച്ചാ കിട്ടുന്ന ദൂരത്ത് വേണം രണ്ടെണ്ണം കൂടി പോവാൻ. പറഞ്ഞ കേട്ടല്ലോ. ഓക്കെ മുത്തശ്ശി. അതെ, ഞാൻ ആദ്യം നമ്മുടെ കക്ഷി ഒന്ന് നേരെയാക്കി എടുക്കട്ടെ. ശരി ശരി. ആ കഴിഞ്ഞോ മുത്തശ്ശിയും മോനും തമ്മിലുള്ള രഹസ്യം? അമ്മയോട് മുത്തശ്ശി എന്താ പറഞ്ഞു? വരുൺ ബിസിനസ്സുകാരുടെ കൂടെ ട്രാവലിലാണെന്നല്ലേ? പക്ഷെ യഥാർത്ഥത്തിൽ വരുൺ രാധികയുടെ അടുത്തുണ്ടല്ലേ? ഉണ്ട്. അതുകൊണ്ടെന്താ? സാധാരണ ഒരു കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആളാ ഏറ്റവും അന്തസ്സോടെ പെരുമാറുക. അയ്യോ, അത് ഞാൻ അറിഞ്ഞിരുന്നില്ല മോളെ. അങ്ങനെയായിരുന്നെങ്കിലേ ദേവനാരായണൻ തിരുമേനിയുടെ വീട്ടിൽ ഏറ്റവും അന്തസ്സോടെ പെരുമാറേണ്ടിയിരുന്നത് നിന്റെ മുത്തശ്ശിയായിരുന്നല്ലോ. അങ്ങനെ എന്തെങ്കിലും സുകുമാരി അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? എന്റെ മുത്തശ്ശിയെ കുറ്റം പറയണ്ട. മുത്തശ്ശിയും മുത്തശ്ശിയുടെ കൊച്ചുമോനും ചിന്തിക്കുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല. ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. നിനക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്നറിയൂ? അവര് കണിമംഗലത്തേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് നിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ആറ്റുവാശ്ശേരിയിലേക്ക് പോവുക. അതാ മാന്യത. ദേവനാരായണൻ തിരുമേനി കൂടി അറിഞ്ഞ സ്ഥിതിക്ക് നീ അവരുടെ ജീവിതത്തിൽ ഒരു കരട് മാത്രമാ. എപ്പ വേണമെങ്കിലും എടുത്ത് മാറ്റാവുന്ന കരട്. അത് നിന്റെ കുടുംബം ചെയ്യണോ അതോ ഞങ്ങൾ ചെയ്യണോ എന്ന് മാത്രം തീരുമാനിച്ചാ മതി. അവിടെ മുത്തശ്ശിക്ക് ഒരു തെറ്റുപറ്റി. കണിമംഗലത്തിന്റെ അന്തസ്സിന്റെ അഭിമാനത്തിന്റെ ഇടയില് ഈ നാട്ടിലെ നിയമം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. പോലീസുണ്ട്, കോടതിയുമുണ്ട്.